വാഹനാപകടങ്ങളിൽ പരിക്ക് പറ്റുന്നവരെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചാൽ 25,000 രൂപ പാരിതോഷികം നൽകും എന്ന് നമ്മുടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. നല്ലൊരു നിർദ്ദേശമായിട്ടാണ് തോന്നുന്നത്. നമ്മൾ ആകെപ്പാടെ തോന്നുമ്പോൾ നല്ലൊരു നിർദ്ദേശമായി തോന്നുമെങ്കിലും അതെന്തുമാത്രം പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നുള്ളത് സംശയകരമായ കാര്യമാണ്. ഇനിയും അപകടങ്ങൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവരെ ആശുപത്രിയിൽ എത്തിച്ച് കാശ് വിടുങ്ങുന്ന സംഘം ഉണ്ടാകുമോ എന്നുള്ള കാരണങ്ങൾ പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനൊരു കാരണമെന്ന് പറഞ്ഞാൽ കൂട്ടമായിട്ട് സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്ന് 25,000 രൂപ ആവശ്യമുണ്ടെങ്കിൽ സുഹൃത്തിനെ തന്നെ വണ്ടി ഇടിച്ചു എന്ന് പറയുകയും ആശുപത്രിയിൽ എത്തിക്കുകയും 25,000 രൂപ വാങ്ങുന്നതൊക്കെ ഒരു നമ്മൾ ഏത് രീതിയിലും എന്താ പറയുന്നത് കാശുണ്ടാക്കുക എന്നുള്ള മാർഗത്തിലേക്ക് പോകുന്ന ഒരു തലമുറയുണ്ട്. അപ്പം അവരെ നമുക്ക് ഇത് ഗുണത്തേക്കാളേറെ ദോഷമുണ്ടാകുമോ, അപകടങ്ങളുടെ എണ്ണം കൂടുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. പിന്നെ വേറെ ഒരു സന്ദർഭം ഉണ്ടാകാനുള്ള സാധ്യത, അപകടത്തിൽ പരിക്ക് പറ്റുന്നവരെ എനിക്ക് തോന്നുന്നു പഴയ കാലം പോലെയല്ല. ഇപ്പം ആൾക്കാർക്ക് താല്പര്യം കുറഞ്ഞു വരിക അപകടത്തിൽ പറ്റുന്നവരെ ആശുപത്രി എത്തിക്കുക. നമ്മൾ പല കേസും കണ്ടു. അപകടത്തിൽ പെടുന്നവരെ സമയത്ത് ആശുപത്രി എത്തിക്കാത്തത് കൊണ്ട് മരണം സംഭവിക്കുന്നു, രക്തം വാർന്നു പോകുന്നു എന്നൊക്കെയുള്ള പല കാരണങ്ങളും നമ്മൾ കാണുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ 25,000 രൂപ കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ഇടിയുണ്ടാക്കുമോ എന്നുള്ള കാര്യങ്ങളും ഇനി നമുക്കൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നതെന്ന്. ചിലപ്പോൾ ഒരു അപകടം പറ്റിയ സ്ഥലത്ത് ഞാൻ കൊണ്ടുപോവാം, അല്ല നീ കൊണ്ടുപോവാം എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ടുകാർ തമ്മിൽ അടിക്കുമോ എന്നുള്ളതും നമ്മൾ ഇനി നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. കാരണം കാശാണ് വലുത്, പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് സത്യമാണ്. കാശുള്ള സമയത്ത് കാശ് തന്നെ വേണം. പിന്നെ എന്തുകൊണ്ട് സർക്കാരിന് ഈ നടപടി സ്വീകരിക്കേണ്ടി വന്നു? എനിക്ക് തോന്നുന്നു കാലാകാലങ്ങളിൽ കൊല്ലങ്ങളായിട്ട് നമുക്കറിയാവുന്നതാണ്. അപകടങ്ങളിൽ പെട്ടുന്നവരെ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇരുന്നൊരു അപകടത്തിന് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ തന്നെ ഓടി നമ്മൾ പോയി ഉടൻ തന്നെ ആളിനെ ആശുപത്രിയിൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം വായിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് നമുക്ക് തന്നെ ദോഷമായിട്ട് വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും പിന്മാറേണ്ട അവസ്ഥ വരുന്നത്. എന്നാൽ ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വീണ്ടും പോവുകയും അവരെ എടുത്തുകൊണ്ട് ആശുപത്രി പോവുകയൊക്കെ ചെയ്യും. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അപകടം പറ്റിയ ആൾക്കാരെ ആശുപത്രി എത്തിച്ചിട്ട് അവിടെ ആശുപത്രി കൊണ്ടുപോവുക, എങ്ങനെയെങ്കിലും അപ്പുറത്തോടെ ഇപ്പുറത്തോടും ആരും കാണാതെ ഇനി പോരുക എന്നുള്ളതാണ് ഇപ്പം കണ്ടുവരുന്ന രീതി. കാരണം അങ്ങനെ നിൽക്കാൻ പറ്റില്ല. നിന്ന് കഴിഞ്ഞാൽ പോലീസുകാർ വന്നു ഫാഷിയുടെ പേര് 1-ാം നമ്പർ ഫാഷിയായിട്ട് നമ്മുടെ പേര് എഴുതും. പിന്നെ ജീവിതത്തിൽ ഇതൊരു പ്രശ്നമാണ്. ആ കേസ് തീരുന്നിടം വരെ നമ്മുടെ പ്രശ്നമാണ്. നമുക്ക് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ സമയത്താണ് കോടതിയിൽ നിന്ന് വിളി വരുന്നത്. പിന്നെ അവിടെ പോയി നിൽക്കുക, നമ്മുടേതല്ലാതെ പല കാരണത്തിനും വേണ്ടി നമ്മുടെ സമയം വേസ്റ്റ് ആകുന്നു. അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ മാറി. നിയമപ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമ്മളെ കൊണ്ടേ പോകത്തുള്ളൂ എന്നുള്ള അവസ്ഥ വന്നു കഴിയുമ്പം ജീവിതത്തിൽ ഒരിക്കലും ആരെയും രക്ഷിക്കാൻ പോവില്ല എന്നങ്ങ് ശബ്ദമിടും. അതുതന്നെയാണ് ഇപ്പം കണ്ടുവരുന്നത്. നമ്മൾ പലപ്പോഴും നമുക്കങ്ങനെ ഒരു കോടതി വരാന്തകളിൽ കയറി ഇറങ്ങുമ്പോൾ പോലീസ് സ്റ്റേഷനും കോടതി വരാന്തകളിലൊക്കെ കയറി കഴിയുമ്പം കൂട്ടുകാരൊക്കെ നമ്മളെ പലരും ഉപദേശിക്കാറുണ്ട്. നിനക്കിതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു, ആ കിടക്കുന്ന ആളിനെ വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകത്തില്ലാതെ എന്ന് ചോദിക്കും. അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും ആശുപത്രി ചെന്ന് കഴിയുമ്പോൾ ഡോക്ടർമാർ അവിടെ നിൽക്കണം. ആളുടെ പേര് നമ്മളുടെ ചുമതലയായി. റോഡിൽ കിടക്കുന്ന ഒരാളെ എടുത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ ചുമതല മൊത്തം നമ്മുടെയാവും. പിന്നെ അയാൾ വന്നതിന് ശേഷം മാത്രം നിസാര ഒരു കാര്യം പറയാം. ഒരാൾക്കൊരു അപകടം പറ്റി നമ്മളെ പൊക്കിയെടുത്ത് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ഓട്ടോറിക്ഷ പിടിച്ച് ആശുപത്രി എത്തിച്ചു കഴിഞ്ഞിട്ട് ഈ പയ്യനോട് ചോദിച്ചു കഴിയുമ്പോൾ ഇവൻ ഒരക്ഷരം മിണ്ടുന്നില്ല. അവനെന്താണെന്ന് പറയുന്നില്ല. അപ്പം നമ്മളോട് ചോദിക്കുക ഇവൻ ആരാണ്, എന്താണ്. അപ്പം അവിടെ ഇരുന്നവരെല്ലാം വിചാരിക്കുന്നത് സ്വാഭാവികമായിട്ട് ഇവനോട് സംസാരിച്ചിട്ട് ഡോക്ടർ അവസാനം വന്ന് പറഞ്ഞു രക്ഷയൊന്നുമില്ല, അവന് സംസാരിക്കാനും കേൾവിക്കും ശക്തിയില്ല, കേൾക്കാനും പറ്റത്തില്ല, അവൻ സംസാരിക്കാനും കഴിവില്ലാത്ത മനുഷ്യൻ. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ സഹതാപം തോന്നി.
പിന്നുണ്ടാകുന്നത് എന്ന് പറയുന്നത് ബാക്കിയുള്ളവരെല്ലാം നമ്മളെ ഒരുമാതിരി ഇവന്മാരെല്ലാം കൂടി ചേർന്ന് ഈ ചെറുക്കനെ വണ്ടി ഇടിപ്പിച്ചിട്ട് ആശുപത്രി കൊണ്ടുവന്നേക്കുവാ എന്നൊരു തോന്നലായി. പിന്നെ ബില്ലുകൾ വരുന്നു, എക്സ്ട്രാ ബില്ല് കൊടുക്കുന്നു. നമുക്ക് ഈ പയ്യനോട് എവിടെയാണ് വീട് പോലും ചോദിച്ച് മനസ്സിലാക്കാനും പറ്റാത്ത സന്ദർഭത്തിലായി. ഏതായാലും ഡോക്ടർ മനസാക്ഷിയുള്ള വ്യക്തി ആയതുകൊണ്ട് ഉടൻ തന്നെ എങ്ങനെയൊക്കെയോ അവൻ ചോദിച്ച് മനസ്സിലാക്കി. അവൻ്റെ വീട് അടുത്തെങ്ങാണ്ടമാണ്. പിന്നെ അവൻ്റെ ഒരു ഫോൺ എടുത്തു. അപ്പോൾ അവൻ്റെ ഫോണിലേക്ക് കോൾ വന്നു. അവൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഫോൺ വന്നത്. പിന്നെ ഡോക്ടർ സംസാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് ഇവനെപ്പോൾ ഉള്ളൊരു പയ്യൻ വീണു. അവൻ്റെ ഒരു കൂട്ടുകാരൻ വന്നു. അവനോട് ചോദിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളല്ല കുറ്റവാളി, വേറെ ഏതോ വണ്ടി ഇടിച്ചതാണെന്ന് ഈ പയ്യൻ പറഞ്ഞപ്പോഴാണ് നമുക്കൊരു സമാധാനം. അതുവരെ നമുക്ക് ടെൻഷനായിരുന്നു. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അതുപോലെ എൻ്റെ ഒരു സുഹൃത്തിനെ പറ്റിയൊരു പ്രശ്നം ഞാൻ പറയാം. ഒരു രാത്രിയിൽ അവൻ പോകുന്നതിൻ്റെ ഇടയിൽ ഒരു പരിക്ക് പറ്റി ഒരാൾ റോഡിൽ കിടക്കുന്ന കണ്ടു. കാറ് നിർത്തി. എല്ലാ കാറുകാരെയും വിളിച്ച് കൂവുന്നുണ്ട്, പക്ഷെ ആരും നിർത്തുന്നില്ല. പാവം മനസാക്ഷിയുള്ള നമ്മുടെ കൂട്ടുകാരൻ ആ കാറ് നിർത്തി ഈ പറഞ്ഞ വ്യക്തി എടുത്ത് ഹോസ്പിറ്റലിലെത്തിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവന് നീണ്ടു വരുന്നു. ഇവൻ്റെ കാറിടിച്ച് പരിക്ക് പറ്റി ആൾ ആശുപത്രി കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവനോടം തന്നെ ആകപ്പാടെ ഞെട്ടിപ്പോയി. ആശുപത്രിയിലെത്തി ഈ പയ്യ ഇങ്ങനെ കണ്ടു. എടോ, ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച കുറ്റം മാത്രമേ ഉള്ളൂ, പിന്നെ ഇയാൾ എന്തിന് എൻ്റെ പേര് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അവൻ പറഞ്ഞ മറുപടിയാണ് അതിനും നമ്മളെ ചിന്തിപ്പിക്കുന്നത്. കാരണം അവൻ പറഞ്ഞു, എനിക്ക് വേറെ പോലീസുകാർ പറഞ്ഞു ഇൻഷുറൻസ് തുക കിട്ടും, ഏതെങ്കിലും വണ്ടിയുടെ നമ്പർ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞപ്പം എനിക്ക് വേറെ നമ്പരൊന്നും ഓർമ്മ ഒന്നുമില്ല, നിങ്ങളുടെ വണ്ടിയുടെ നമ്പരാണ് ഓർമ്മ വന്നത് എന്ന് പറഞ്ഞു. ആ നമ്പരെന്നാൽ എഴുതിക്കൂ, നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലെന്ന് പോലീസുകാരും പറഞ്ഞു, വീട്ടുകാരും പറഞ്ഞു എന്നാണ് മറുപടി കൊടുത്തത്. അങ്ങനെ ഇവൻ്റെ വണ്ടി ഇടിച്ചാണ് ഈ മനുഷ്യന് പരിക്ക് പറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വർഷങ്ങളോളം കേസിൻ്റെ പുറത്ത് പോകേണ്ടി വന്ന ഒരു കഥയും നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പം അതാണ് ഈ പരിക്ക് പറ്റുന്നവരെ ആശുപത്രിയിൽ കൊണ്ടുപോവുക എന്ന് പറയുന്നത്. മനസാക്ഷിയുള്ളവരെല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷേ പലപ്പോഴും മനസാക്ഷി മാറ്റി വെച്ചിട്ട് ഈ നിയമപ്രശ്നങ്ങൾ നമ്മളെ ഒരു പരിധിവരെ ബാധിക്കുന്നു എന്നുള്ളത് കാണാതെ പോകരുത്. മന്ത്രിയുടെ ഇതിന് താഴെ വന്നേക്കുന്ന ചില കമൻറ്റുകളുണ്ട്. ഇത് വന്ന വാഹനാപകടങ്ങളിൽ പരിക്ക് പറ്റിയവരെ ആശുപത്രിയിലെത്തിക്കും, 25,000 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞ മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് താഴെ വന്നേക്കുന്ന ചില കമൻറ്റുകൾ ഇതുപോലെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഭൂരിപക്ഷം കമൻറ്റുകൾ ഇത് തന്നെയാണ്, ഞാൻ പറഞ്ഞ പോലൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൽ ഒരു കമൻറ്റ്, ഇതിപ്പോൾ ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് നാട്ടുകാർ തമ്മിൽ അടിയാവും, പിന്നെ വഴിയെ പോകുന്നവരെ തള്ളിയിട്ട് ഹോസ്പിറ്റലിലെത്തിച്ച് പണം വാങ്ങാനും സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുക അല്ലേ? കാശൊന്നും ഇല്ലാതിരിക്കുമ്പോൾ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ആരെങ്കിലും പിടിച്ച് തള്ളി വാഹനാപകടത്തിൽ പരിക്ക് പറ്റി എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലെത്തി 25,000 രൂപ മേടിച്ച് ഈ പരിക്ക് പറ്റിയവനും കുറച്ച് കാശ് കൊടുത്ത് അങ്ങനെ സംഭവിക്കാവുന്ന കാലമാണ്. അപ്പം അങ്ങനെയുള്ള കമൻറ്റുകൾ ഒത്തിരി വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരാൾ പറഞ്ഞിരിക്കുന്നു, ആശുപത്രിയിൽ എത്തിച്ചാൽ തന്നെ കാശൊന്നും കൊടുക്കണ്ട, എത്തിക്കുന്നവരെ പ്രതിയാക്കുന്ന പരിപാടി അങ്ങ് നിർത്തിയാൽ മതി എന്ന്. അത് സത്യമായ കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം ആൾക്കാരും പറഞ്ഞേക്കുന്ന കാര്യമാണ്. നമ്മൾ മനസാക്ഷി കാണിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന വ്യക്തിയെ അയാളെ പ്രതിയാക്കുന്ന ഒരു അളിഞ്ഞൊരു സംസ്കാരമുണ്ട്. പ്രത്യേകിച്ച് പോലീസുകാരുടെ ഇടയിൽ നിന്നും നിയമത്തിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഈ പരിക്ക് പറ്റിയവനോട് പറഞ്ഞു കൊടുക്കും, ഇവനാ നിന്നെ ഇടിച്ചതെന്നങ്ങ് പറഞ്ഞേരെ, അപ്പം അവനും അങ്ങ് പറയും. ആ അവസ്ഥയിലേക്ക് മാറും. അവസാനം ഈ കൊണ്ടുപോകുന്നതും പ്രതിയാവുന്ന ഒരവസ്ഥ. അതില്ലാതാക്കിയൊക്കെ തന്നെ ഭൂരിപക്ഷം ആൾക്കാരും ഈ കാശൊന്നും കൊടുത്തില്ലെങ്കിലും, കേരളത്തിൽ പ്രത്യേകിച്ച് കാശൊന്നും കൊടുത്തില്ലെങ്കിൽ ആൾക്കാർ തയ്യാറാകും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ പല കേസുകളും ഇപ്പം റോഡിലെല്ലാം രക്തം ഒലിപ്പിച്ച് കിടന്നു, ആരും കൊണ്ടുപോകാനില്ല എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസാക്ഷി അല്ലെങ്കിൽ എന്താ പറയുന്നത്, ആ ധാർമ്മിക രോഷം തിളയ്ക്കുന്ന കാണാം. ചില മാധ്യമങ്ങളുടെയും ഭരണാധികാരികളിലേക്ക് ധാർമ്മിക രോഷം തിളയ്ക്കുന്ന കാണാം. പക്ഷേ എന്തുകൊണ്ടാകാം ഒരുപക്ഷെ ഇങ്ങനെ ചെയ്യുന്നത്? അവൻ പലപ്പോഴും ഇതിൻ്റെ പുറകെ പോയി അവന് പണി കിട്ടിക്കാണും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരിക്കുന്നത്. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അപകടം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എത്ര പണി കിട്ടിയാലും നമുക്ക് തോന്നും ഒരാളെ രക്ഷപ്പെടുത്താൻ. കാരണം നമ്മളും യാത്ര ചെയ്യുന്നവരാണ്. നാളെ നമുക്കും ഒരു അപകടം ഉണ്ടാക്കാം.
അങ്ങനെ നമ്മൾ ആരെയും എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ നമ്മളെ എടുത്തുകൊണ്ട് പോകാൻ ആരും കാണില്ല എന്നുള്ള തത്വം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഈ ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും ഈ അപകടത്തിൽ പറ്റി റോഡിൽ കിടക്കുന്ന ഒരു വ്യക്തി ഇട്ടിട്ട് പോകാൻ തോന്നത്തേയില്ല അല്ലേ? അത് കാശ് കൊടുത്താലും കാശ് കൊടുത്തില്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ തന്നെ ചെയ്യും. അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഓക്കെ.